ഹായ് ഫ്രണ്ട്സ്, 122/2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നത് ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? ടി സുനന്ദാമ്മയാണ്. വന്ദേ മാതരം ഏത് വിഭാഗത്തെ ഉൾപ്പെടുന്നു? വന്ദേ മാതരം ഉറുദു പത്രമാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിന് അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ജോൺ ലോക്ക്. സന്യാസൻ്റെ തത്വങ്ങൾ ഏവ? സന്യാസൻ്റെ തത്വങ്ങൾ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. UN ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത്? 193. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി നാങ്കിങ് ഉടമ്പടി. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നറിയപ്പെടുന്നു. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് സൂര്യനും ഭൂമിയും അടുത്തടുത്തായി. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. റിമോട്ട് സെൻസിംഗ് സാങ്കേതികവിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ബ്രഹ്മണി, മഹാനദി, ഡെൽറ്റ. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശീയ കോണളവാണ് 66 ഡിഗ്രി. ദേശീയ സാമ്പൽ സർവേ നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ദേശീയ കുടുംബാരോഗ്യ സർവേയാണ്. അപ്പോൾ ദേശീയ സാമ്പൽ സർവേയുടെ ഭാഗമായിട്ടുള്ളത് തൊഴിലില്ലായ്മ സർവേ, ഉപഭോക്തൃ ചെലവ് സർവേ, സാമ്പത്തിക സെൻസസ്. ഉദാരവൽക്കരണ നയത്തിൻ്റെ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് വ്യവസായ ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? 4ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക ഇനി പറയുന്ന ശ്രേണിയിൽ ശരിയായത് മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. താഴെ പറയുന്ന നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധി വരാത്തത്? ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നതാണ് നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധി വരാത്തത്. നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരുന്നത് മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു, പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലഭിച്ച ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? ബാങ്ക് ഓഫ് ബറോഡ. ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്കിംഗ് ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത്? ഒരു രാജ്യത്തിൻ്റെ തീരത്ത് നിന്നും ആ രാജ്യത്തിൻ്റെ തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തുള്ള സമുദ്രമേഖലയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടുന്നവ ഒരു രാജ്യത്തിൻ്റെ കരമേഖല, ഒരു രാജ്യത്തിൻ്റെ വായുമേഖല, ഒരു രാജ്യത്തിൻ്റെ തീരപ്രദേശം. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തെ ഉൾപ്പെടുത്താനാവാത്തത് ജനാധിപത്യമാണ്. അപ്പോൾ ഉൾപ്പെടുന്നവ ഭൂപ്രദേശം, ജനങ്ങൾ, പരമാധികാരം. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശം എന്ന ഗണത്തിൽ പെടുന്നത് 1, 2, 4 ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം എന്നിവ രാഷ്ട്രീയ അവകാശത്തിൽ വരുന്നതാണ്. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉദ്യോഗസ്ഥ വൃന്ദം കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നു. താഴെ കൊടുത്തിരിക്കുന്നവ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. രാജ്യസഭ അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. ശ്രീ വി മുരളീധര MP കേന്ദ്ര ഗവൺമെൻറ് ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? സഹമന്ത്രിയാണ്. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുക്കുന്ന പ്രസ്താവനകൾ ശരിയായവ 1ഉം 3ഉമാണ്. ജസ്റ്റിസ് ഹരിലാൽ K കനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത്. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് കേരളത്തിലാണ്. താഴെ പറയുന്ന ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ജനനി ജന്മരക്ഷ. കല്ലൽ പുക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തെ ഏത് മേഖലയിലുള്ള പ്രമുഖ സാന്നിധ്യമായിരുന്നത്? കണ്ടൽക്കാടുകളുടെ സംരക്ഷണം. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ശ്രീ പിണറായി വിജയൻ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ബന്ധമില്ലാത്ത വസ്തുത 1ഉം 4ഉമാണ്. 18 വയസ്സ് തികഞ്ഞ ഈ പുരുഷന്മാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളിയാവാം. ഒരു സാമ്പത്തിക വർഷത്തെ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകുന്നു. ഇത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ബന്ധമില്ലാത്ത വസ്തുതകളാണ്. ബന്ധപ്പെട്ടവ എന്ന് വെച്ചാൽ
തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ. ഒന്നായി മുന്നേറാം എന്ന വാക്ക് ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? കുടുംബശ്രീ. മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയപ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശിയുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തുലനം നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണുന്നു. ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് പാർക്കിൻസൺസ്? താഴെ പറയുന്നത് തൊഴിൽജന്യ രോഗമല്ലാത്തത്. സോറിയാസിസ് ആണ് തൊഴിൽജന്യ രോഗമല്ലാത്തത്. തൊഴിൽജന്യ രോഗങ്ങൾ സിലിക്കോസിസ്, ന്യൂമോകോണിയോസിസ് ആൻഡ് ആസ്പെർജിയോസിസ്. മനുഷ്യശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കളാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്. സ്ഥൂല ധാതുക്കൾ ഏതൊക്കെ? കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. പുൽമേടുകളും വന്യജീവികളും സംരക്ഷിക്കുന്നതിന് മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവാണ് അറ്റ്പാടി. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2027 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലെ ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? നിംഫാണ്, ഹൈദരാബാദ്. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് വിസരണം. ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമമാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരാണ് വിക്രം. ആധുനിക ആവർത്തന പട്ടിക അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേരാണ് ഓഗനസൻ. ഒരു നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വജിയ ലഭിക്കുന്നത്? B ആണ്. ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. ഇതിലെ ഏറ്റവും ശരിയായത് ഹെൻറി മോസ്ലി ആണ്. അറ്റോമിക നമ്പർ. മെൻഡലിയഫ് അറ്റോമിക മാസ്, ന്യൂലാൻഡ്സ് അഷ്ടക നിയമം, ഡൊബ്രൈനർ എന്ന് പറയുന്നത് ത്രികങ്ങൾ. അപ്പോൾ ഹെൻറി മോസ്ലി അറ്റോമിക നമ്പർ, മെൻഡലിയഫ് അറ്റോമിക മാസ്, ന്യൂലാൻഡ്സ് അഷ്ടക നിയമം, ഡൊബ്രൈനർ ത്രികങ്ങൾ. ഏറ്റവും കാഠിന്യമുള്ള ലോഹമാണ് ക്രോമിയം. താഴെ കൊടുത്തിരിക്കുന്ന ഗ്രാഫുകൾ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? D ആണ്. താഴെ തന്നിരിക്കുന്നവയെ SK പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത്. വിഷകന്യക, ചന്ദ്രകാന്തം, ബാലദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. വിഷകന്യക, ചന്ദ്രകാന്തം, ബാലദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. ഋഷിശൃംഗനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് വയലോപ്പള്ളി ശ്രീധര മേനോൻ. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ്ണ നേട്ടം കൈവരിക്കാൻ താണ്ടിയ ദൂരം 87.58 മീറ്റർ. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവലാണ് അൻറ്റിൽ ഓഗസ്റ്റ്. അന്താരാഷ്ട്ര ഫ്യൂച്ചർ സിനിമ വിഭാഗത്തിൽ 2027 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ദ സോൺ ഓഫ് ദ ഇൻട്രസ്റ്റ്. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവി ആര്? അയ്യപ്പ പണിക്കർ. രചയിതാക്കളും രചനകളും. രാമപുരത്ത് വാര്യരാണ് കുചേലവൃത്തം എഴുതിയത്. കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്ര, സുഭാഷ് ചന്ദ്രൻ പറുദീസ നഷ്ടം, കാളിദാസൻ ഋതുസംഹാരം. ഒരു നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് നെറ്റ്വർക്ക് ഹബ്ബ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഫങ്ഷൻസ്. ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? വയർലെസ് റിപ്പീറ്റർ. ഒരു പോയിൻറ്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണമാണ് മൗസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വിഭാഗം 14 ആണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും. DV നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹികപീഡന നിയമത്തെ നിർവചിക്കുന്നതെന്ന് വെച്ചാൽ
വിഭാഗം 3 ആണ്. ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിതം? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ, വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷൻ ചുമത്താവുന്ന പരമാവധി ശിക്ഷ 25,000 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം മിക്ക വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഏതാണോ ആദ്യം അത്.